ഗുഡ് മോർണിംഗ്. സർഫസ് കെമിസ്ട്രിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കൊളോയിഡ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളോയിഡ്സിൻ്റെ എന്താണ് കൊളോയിഡ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, പല ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് പഠിച്ചു, പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ് സിസ്റ്റംസ് ആണ്. എന്താണ് കൊളോയിഡ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുക. ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗമാണ്. എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണ നമ്മൾ നേടണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള ടേം നമുക്ക് പരിചയമുള്ളതാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എവിടെ നമ്മൾ പഠിച്ചു? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് ചാപ്റ്ററിൽ സൊല്യൂഷൻസിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. The property which depends on number of solute particles is called colligative property. Solute particles in the number ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ട്രൂ സൊല്യൂഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൊളോയിഡും ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് ചെറുതാണ്. പക്ഷെ കൊളോയിഡ്സിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ദേ ആർ ഇൻ ബിഗർ സൈസ്. ബിഗർ ആയതുകൊണ്ട് ദേ വിൽ ബി ഇൻ ലെസ്സർ നമ്പർ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ കുറയുന്നുണ്ട്. The less than true solution. Colligative properties of colloids is always lesser than true solution. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ്? ബിഗർ സൈസും നമ്പർ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ ഈസ് ടിൻഡൽ ഇഫക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ടിൻഡൽ ഇഫക്റ്റ്. എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? സ്കാറ്ററിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. അത് പഠിക്കണം. സ്കാറ്ററിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നോ അത് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടുക എന്താണെന്നുള്ളത്. നമ്മൾ സിനിമയൊക്കെ കാണാനായിട്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു ഡാർക്കായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ലൈറ്റ് പാസ് ചെയ്താൽ വാതിലൊക്കെ തുറക്കുമ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ വരുന്ന ആ പാസേജിൽ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ക്ലിയർ ആയിട്ട് കാണും. പിന്നെ പണ്ടത്തെ ഓടിട്ട വീടുകളിലൊക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഗ്ലാസ് ഉള്ള ഭാഗത്ത് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടിൻഡൽ ഇഫക്റ്റ് വിസിബിൾ ആവുന്ന ആ പർട്ടിക്കുലർ ബ്രൈറ്റ് കോൺ, ആ കോണിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈറ്റും നമ്മുടെ കണ്ണും തമ്മിൽ ഫോം ചെയ്യുന്ന കോണിനെയാണ് നമ്മൾ ടിൻഡൽ കോൺ എന്ന് പറയുന്നത്. ഇനി ടിൻഡൽ ഇഫക്റ്റ് എല്ലാ അവസ്ഥയിലും നമുക്ക് വിസിബിൾ ആവുന്നത്. ദേർ ആർ കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ദ ഡിസ്പേഷൻ ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിസ്പേഷൻ ഫേസ്. അതായത് ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, അതും വേവ് ലെങ്ത് ഓഫ് ലൈറ്റും വലിയ വ്യത്യാസം പാടില്ല, കമ്പാരബിൾ ആയിരിക്കണം. ഇനി രണ്ടാമത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിസ്പേഷൻ ഫേസ് ആൻഡ് ഡിസ്പേഷൻ മീഡിയം should have large difference. ഇവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരുടെയൊക്കെയാണ്? ഡിസ്പേഷൻ ഫേസിൻ്റെയും ഡിസ്പേഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടാവണം. ഡിസ്പേസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസും ലൈറ്റിൻ്റെ വേവ്ലെങ്ത്തും തമ്മിൽ വലിയ ഡിഫറൻസ് വരാൻ പാടില്ല. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ കണ്ടീഷൻസ് ആയിട്ടുള്ളത്. ഇനി ടിൻഡൽ ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അപ്പാരറ്റസ് സിഗ്മോണ്ടി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1903 ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ഈസ് അൾട്രാ മൈക്രോസ്കോപ്പ്. അൾട്രാ മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു മേക്ക് വിസിബിൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാണാൻ വേണ്ടി ഉപയോഗിച്ചതാണ്, വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്നതാണ് അൾട്രാ മൈക്രോസ്കോപ്പ്. അൾട്രാ മൈക്രോസ്കോപ്പിൽ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വ്യൂ ചെയ്താൽ colloidal particles will appear as bright stars in dark background. ഒരു ഇരുട്ടിൽ തിളങ്ങുന്ന സ്റ്റാറുകളെ പോലെ നമുക്ക് ആരെ കാണാൻ പറ്റും? ഓരോ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയും അൾട്രാ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ന്യൂനത എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സൈസോ ആക്ച്വൽ കൊളോയിഡൽ പാർട്ടിക്കിളിനെ എല്ലാം നമ്മൾ കാണാം. അപ്പോൾ സ്കാറ്ററിംഗ് ഒക്കെ വെച്ച് കാണുന്നതുകൊണ്ട് ആക്ച്വൽ ആയിട്ടുള്ള സൈസോ ഒന്നും നമുക്ക് അതിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത്രയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്, രണ്ടാമത് ടിൻഡൽ കോൺ, നെക്സ്റ്റ് കണ്ടീഷൻസ് വരെ നോക്കണം, അൾട്രാ മൈക്രോസ്കോപ്പ്. അത്രയും പോയിന്റ്സ് നമ്മൾ നോക്കി പോകണം. ഇനി തേർഡ് ഈസ് കളർ ഓഫ് കൊളോയിഡ്സ്. കളർ എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റർഡ്. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ അനുസരിച്ചായിരിക്കും കളർ കാണുക. നമ്മളാണെങ്കിലും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറിൻ്റെ ഓരോ വസ്തുവും റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറാണ്
നമുക്ക് ആ കളറായിട്ട് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് കളറായിട്ട് നമ്മൾ കാണും. അതുപോലെ തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അവർ സ്കാറ്റർ ചെയ്യുന്ന വേവ് ലെങ്ത്തിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിലാണ് കാണുന്നത്. ഇനി ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. ആ കൊളോയിഡിലുള്ള ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൻ്റെ സ്വഭാവത്തിനെയും സൈസിനെയും അനുസരിച്ചായിരിക്കും അത് സ്കാറ്റർ ചെയ്യാൻ പോകുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. കളർ ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. ഇനി ഇത് എക്സാമ്പിൾ പറയുന്നത് മിൽക്കും വാട്ടറും നമ്മളുടെ മിക്സ്ചർ. ആ ഒരു പർട്ടിക്കുലർ മിക്സ്ചർ നമ്മൾ ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ ബ്ലൂ കളറിലും റിഫ്ലക്റ്റഡ് ലൈറ്റിൽ റെഡ് കളറിലും കാണും. പിന്നെ ഗോൾഡ് സോളിൻ്റെ എക്സാമ്പിൾ. ഗോൾഡ് സോളിന് ശരിക്കും റെഡ് കളറാണ്, പക്ഷെ പാർട്ടിക്കിൾ സൈസ് കൂടുന്തോറും അത് പർപ്പിളായിട്ട് കാണും, പിന്നെ കൂടിക്കഴിഞ്ഞാൽ ബ്ലൂ ആയിട്ട് കാണും, പിന്നെ കൂടിക്കഴിഞ്ഞാലാണ് ആ ഗോൾഡൻ കളറിൽ നമ്മൾ കാണുക കേട്ടോ. അപ്പോൾ ആ കളറിൻ്റെ കാര്യം ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. അടുത്തത് ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് എ സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കില്ല, അവർ സിക്സാക് മോഷനിലായിരിക്കും. എന്നതാ സിക്സാക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പാറ്റേണിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരവസ്ഥ. സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുക? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The reason for stability of colloidal particles is Brownian movement. ഇനി ഈ Brownian movement depends on size and viscosity of colloidal particles. colloidal dispersed particlesന്റെ സൈസിനും വിസ്കോസിറ്റിക്കും അനുസരിച്ചായിരിക്കും ആ Brownian movement ഉണ്ടാകുക. സൈസ് കുറയും തോറും മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. ഇനി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അൺബാലൻസ്ഡ് ബൊംബാർഡ്മെൻറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. ഇത് ഇങ്ങനെ സിക്സാക് മോഷനിൽ ഇവരിങ്ങനെ പോണതിനുള്ള കാരണം എന്താണ്? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അതിലെ ആ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടുക, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ബൊംബാർഡ്മെൻറ്റ് ഇവർ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പർട്ടിക്കുലർ ഫോഴ്സിലാണ് ഇവർ സിക്സാക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മൂവ് ചെയ്യുന്നത്. എത്രയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റിലുള്ളത്? ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഈസ് ദ സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. It is the reason for stability of colloidal particles. It depends on Brownian movement depends on size and viscosity of dispersed particle. The reason for Brownian movement is unbalanced bombardment of dispersed particles. അത് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ, പോയിന്റ്സുകളെല്ലാം. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഓൺ കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിന് ചാർജ് ഉണ്ടാവാം, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഒരു കൊളോയിഡ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആവാം. അപ്പോൾ കൊളോയിഡ്സ് രണ്ട് ചാർജുണ്ട്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇനി എന്താണ് ഈ കൊളോയിഡ്സിന് ചാർജ് ഉണ്ടാവാനുള്ള കാരണം? ഏറ്റവും 3 റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷനാണ്. അയോൺസ് ആ സൊല്യൂഷൻ ഡിസ്പേർഷൻസ് മീഡിയത്തിൽ നിന്ന് അയോൺസ് അബ്സോർബ് ചെയ്യുന്നതാണ് ഈ ചാർജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള കാരണം. ഇനി ഒന്ന് നോക്കിക്കേ, അത് എക്സാമ്പിൾ ഇത് പെട്ടെന്ന് മനസ്സിലാവും. AgNO3യും KI കൂടെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കാം. ഏതൊക്കെയാണ്? AgNO3 ആൻഡ് KI. AgNO3യും KI കൂടെ റിയാക്ട് ചെയ്താൽ the product will be AgI. എന്താ ഉണ്ടാവുക? KNO3 ഉണ്ടാവും, AgIയും ഉണ്ടാവും. ആ AgI എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഈ AgNO3 KIയിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും? AgI ഉണ്ടാവും. AgI എന്ന് പറയുന്ന ആ പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ I- അയോൺസ് വിൽ ബി ഗെറ്റ് അബ്സോർബ്. AgNO3 KIയിലേക്ക് ആഡ് ചെയ്താൽ എന്തുണ്ടാവും? AgI. പ്രസിപ്പിറ്റേറ്റ് ഈസ് ഓൾവേസ് AgI. പക്ഷെ അവിടെ അബ്സോർബ് ചെയ്യാൻ പോകുന്ന അയോൺസ് ആരായിരിക്കും? I- ആയിരിക്കും. ഇനി ഇതിൻ്റെ റിവേഴ്സാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. KI ഈസ് ആഡഡ് ടു AgNO3. KI ഈസ് ആഡഡ് ടു AgNO3. എന്ത് സംഭവിക്കും? പ്രസിപ്പിറ്റേറ്റ് ഈസ് സെയിം, AgI ആയിരിക്കും പ്രസിപ്പിറ്റേറ്റ്. ദ അബ്സോർബ്ഡ് അയോൺസ് വിൽ ബി K+ ആയിരിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഡെവലപ്പ് ചെയ്തെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഡെവലപ്പ് ചെയ്ത് വരിക. ഇപ്പോൾ 2 തരത്തിൽ ഫോം ചെയ്തപ്പോൾ 2 തരത്തിലുള്ള ചാർജാണ് അവിടെ അബ്സോർബ് ചെയ്ത് കിട്ടിയത്. ഇനി ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഈ AgI I- ഉണ്ടല്ലോ,
അവിടെ അടുത്ത ആൾ കെ പ്ലസിന് ഐ മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് കെ പ്ലസ് ഒന്ന് അബ്സോർബ് ചെയ്യും. അവിടെ ഒരു ഫസ്റ്റ് ലെയർ ഇതായിരുന്നു, സെക്കൻഡ് ലെയറും കൂടെ വരുവാണ്. ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിളാണ്. അവിടെ ഒരു ഫസ്റ്റ് ലെയർ അബ്സോർബ് ചെയ്തു, സെക്കൻഡ് ലെയർ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് വന്ന് അബ്സോർബ് ചെയ്തു. ഇവിടെ കെ മൈനസ് ആണെങ്കിൽ അടുത്ത ആൾ വന്നിട്ട് അബ്സോർബ് ചെയ്യും. ആ ഫസ്റ്റ് ലെയറിന് നമ്മൾ പറയുന്നതാണ് ഫിക്സഡ് ലെയർ എന്ന് പറയും. സെക്കൻഡ് ലെയറിന് നമ്മൾ പറയുന്നതാണ് ഡിഫ്യൂസ് ലെയർ എന്ന് പറയും. ഡിഫ്യൂസ് ലെയർ ഈസ് മൊബൈലായിരിക്കും. ഡിഫ്യൂസ് ലെയർ എങ്ങനെയായിരിക്കും? മൊബൈലായിരിക്കും, മൂവ്മെൻറ്റ് കൂടുതലുള്ളതായിരിക്കും ഡിഫ്യൂസ് ലെയർ. ഇനി ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയും. എന്തിനാണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്? ഈ ഫിക്സഡ് ലെയറിനെയും ഡിഫ്യൂസ് ലെയറിനെയും കൂടി ഒരുമിച്ച് പറയുന്നതാണ് ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സീറ്റ ഓർ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഡിഫ്യൂസ് ലെയർ ഈസ് കോൾഡ് സീറ്റ ഓർ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. ഇതെല്ലാം ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചാർജ് ഓൺ കൊളോയിഡ്സ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് വായിക്കാം. ടെക്സ്റ്റ് നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ചാർജ് കൊളോയിഡ്സിന് ചിലപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ത്രൂ ഔട്ട് പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ ത്രൂ ഔട്ട് നെഗറ്റീവ് ആയിരിക്കും. ഇനി ചാർജ് ഡെവലപ്പ് ചെയ്യാനുള്ള മേജർ റീസൺ ഈസ് എന്താ? അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ആണ്. അയോൺസ് അബ്സോർബ് ചെയ്യുന്നതാണ് കാരണം. അതിന് 2 എക്സാമ്പിൾ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ AgNO3 KI തമ്മിലുള്ള റിയാക്ഷനാണ്. AgNO3 KI തമ്മിൽ റിയാക്ട് ചെയ്താൽ Ag ആണെങ്കിൽ NO3 KNO3 ഫോം ചെയ്യും. അത് 2 തരത്തിൽ ഫോം ചെയ്യുന്നു കേട്ടോ. AgNO3 KIയിലേക്ക് ആഡ് ചെയ്താൽ AgI ഫോം ചെയ്യുന്നു. അവിടെ ആര് അബ്സോർബ് ചെയ്യുന്നു? I മൈനസ് അയോൺസ് അബ്സോർബ് ചെയ്യുന്നു. AgNO3 KI AgNO3യിലേക്ക് ആഡ് ചെയ്താൽ AgI പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു, K പ്ലസ് അബ്സോർബ് ചെയ്യുന്നു. അടുത്ത I മൈനസ് ആണെങ്കിൽ അടുത്ത ലെയറായിട്ട് ഓപ്പോസിറ്റ് ചാർജ് വരുന്നു. ഇവിടെ K പ്ലസ് ആണെങ്കിൽ അടുത്ത ലെയറായിട്ട് ഓപ്പോസിറ്റ് ചാർജ് വരുന്നു. അങ്ങനെ 2 ലെയറുകൾ ഫോം ചെയ്യും. ആദ്യത്തെ ലെയറിന് നമ്മൾ ഫിക്സഡ് എന്ന് പറയുന്നു, രണ്ടാമത്തെ ലെയറിന് നമ്മൾ ഡിഫ്യൂസ് ലെയർ എന്ന് പറയുന്നു. ഡിഫ്യൂസ് ലെയർ ഈസ് ഓൾവേസ് മൊബൈലാണ്. ഈ 2 ലെയറിനെ കൂടി പറയുന്നതാണ് ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. The potential difference between fixed and diffuse layer is called zeta potential or electrokinetic potential. ഇനി 6th property is electrophoresis. Electrophoresis ആണ് 6th property. എന്താണ് electrophoresis? Movement of colloidal particles under electric field, electric potential is called electrophoresis. ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പ്രസൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് പാർട്ടിക്കിൾസ് കാഥോഡിലേക്കും നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആനോഡിലേക്കും മൂവ് ചെയ്യും. ഇനി ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ പഠിക്കാനുണ്ട്. നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആര് മൂവ് ചെയ്യാൻ തുടങ്ങും? ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങും. The movement of dispersion medium in presence of electric potential is called electroosmosis. അതാണ് ഇലക്ട്രോഓസ്മോസിസ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോഫോറസിസ് ആരാണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്. ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇലക്ട്രോഓസ്മോസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് കൊയാഗുലേഷൻ ഓർ precipitate. ഈ കൊളോയിഡ്സ് എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. അതിൻ്റെ കൊളോയിഡ് എന്നുള്ളൊരു അവസ്ഥ മാറിയിട്ട് precipitate വീണ്ടും ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ കൊയാഗുലേഷൻ ഓർ precipitation എന്ന് പറയും. There are മെത്തേഡ്സ് ഓഫ് കൊയാഗുലേഷൻ അടുത്ത നമ്മൾ വീഡിയോയിലാണ് കുറച്ച് കൂടുതലുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നോക്കി ഇതിൽ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ടിൻഡൽ എഫക്റ്റിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, സീറ്റ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇലക്ട്രോഓസ്മോസിസ്, ഇലക്ട്രോഫോറസിസ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതാണ്. ക്ലാസ് കണ്ട ശേഷം ടെക്സ്റ്റ് വായിച്ച് നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. താങ്ക് യു.